ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഭഗവത്ഗീത മനോവികാസ ശാസ്ത്രം, മറക്കരുത്. അപ്പം മനസ്സാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. മനുഷ്യൻ മനസ്സിലാക്കാത്തൊരു വിഷയമാണ് മനസ്സ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നതൊക്കെ കണ്ണ് തുറന്ന് കാത് തുറന്ന് പുറത്തുള്ള പല സബ്ജക്റ്റുകളാണ്. പക്ഷേ ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ അതിനോടുള്ള ഇഷ്ടം, താല്പര്യം, അത് മനസ്സിലാക്കാനുള്ള കഴിവ്, അതെന്താണെന്ന് ഗ്രഹിക്കാനുള്ള ബുദ്ധി, ഇതൊക്കെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഈ മനസ്സ്, എന്താണ് ബുദ്ധിയൊന്നും ആർക്കും അറിയില്ല. ഇപ്പം നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്ക് പലതും നേടിത്തരുന്ന ഈ മനസ്സിനെയും ബുദ്ധിയെയും നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാലോചിച്ച് നോക്കൂ, മനസ്സെന്ന് പറയുന്ന ആ ശക്തി വിശേഷം, അതിൻ്റെ താല്പര്യം നഷ്ടപ്പെട്ടു പോയാൽ ആർക്ക് പഠിച്ച് നന്നാവാൻ പറ്റിയിട്ടുണ്ട്? ഇന്ന് നിങ്ങൾ കാണും, നിങ്ങളുടെ ചുറ്റുപാട് നോക്കൂ, ഡിപ്രഷൻ വന്നിട്ട് വളരെയധികം മാനസികമായിട്ട് തളർന്നു പോയി ഒന്നും നേടാൻ പറ്റാത്ത ആളുകളെ കണ്ടിട്ടില്ലേ? വളരെയധികം മനോവേദനയിൽ ജീവിതം അങ്ങനെ വിഷമിച്ചും വേദനിച്ചും കൊണ്ട് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ദുഃഖികളായിട്ട്, വിദ്യാഭ്യാസമുള്ളവരിൽ പോലും. പിന്നെ പല അഡിക്ഷൻ വന്നിട്ട് മാനസികമായിട്ട് വളരെ ദുർബലരായിട്ട് ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇവരൊക്കെ മാനസികാവസ്ഥ ദുർബലമായി, അല്ലെങ്കിൽ ആ മാനസികാവസ്ഥ താളം തെറ്റി ജീവിക്കുമ്പോൾ നമ്മൾ പറയും, പാവം, അവരുടെ വിദ്യ അങ്ങനെയാണ്, അവരുടെ ജീവിതം അങ്ങനെയാണ്. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്നത് നേരത്തെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് അത് താളം തെറ്റുന്നതാണ്, ഡിപ്രഷൻ വരുന്നതാണ്, ദുഃഖിയാവുന്നതാണ്. എല്ലാവർക്കും ഇതൊന്ന് നോക്കൂ. ഇത്രയും കാലം നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞു. എനിക്ക് ഈ അധ്യാപകരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ വിഷമങ്ങളൊക്കെ വന്നിട്ടില്ലേ? അതൊക്കെ നിങ്ങളുടെ മനസ്സിലല്ലേ വരുന്നത്? എൻ്റെ മനസ്സിനൊരു മൂഡ് ശരിയില്ല, എൻ്റെ മനസ്സിനൊരു സന്തോഷമില്ല, എൻ്റെ മനസ്സിനൊരു ഉത്സാഹമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന ശ്രദ്ധ, കുട്ടികൾക്ക് വേണ്ടുന്ന ഓരോ സബ്ജക്റ്റിനോടും ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ്, ഇതൊക്കെ മനസ്സിലാണെങ്കിൽ അപ്പോൾ ആ മനസ്സിലെങ്ങനെയാണ് ഏകാഗ്രതയും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നിങ്ങളതിനെക്കുറിച്ച് പഠിക്കേണ്ടതില്ലേ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എന്താ നമുക്കിതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു തരാത്തത്? എന്തേ വിദ്യാഭ്യാസം ഈ മേഖലയിലേക്ക് വികസിക്കാത്തത്? എന്നിട്ട് പഴി പറയുക, കുട്ടികൾ പഠിക്കുന്നില്ല, നേരെയാവുന്നില്ല. എന്തുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല? അല്ലെങ്കിൽ എങ്ങനെ അവരെ ഇൻട്രസ്റ്റ് ഉള്ളവരാക്കി മാറ്റാം? അതിനൊക്കെ എന്താണ് വേണ്ടത്? അവിടെയാണ് ഭഗവത്ഗീതയുടെ മഹത്വം. ഭഗവത്ഗീത മറ്റു ശാസ്ത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരാത്ത, അധ്യാപകന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാത്ത നമ്മുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കി തരാണ്. മനസ്സിനെ മനസ്സിലാക്കി തന്ന് അതിനെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ശാസ്ത്രമാണ് ഗീത. അപ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് കാണിച്ചു തരാണ്. പലതും നമ്മൾ കണ്ടു, ഈ ലോകത്തിലുള്ള പല കാഴ്ചകളും കണ്ടു. എന്നാൽ മനസ്സിനെ കാണാൻ നമ്മളാരും പഠിക്കുന്നില്ല. എക്സ്കർഷനൊക്കെ പോകുന്ന സമയത്ത് പല സ്ഥലത്തും ആഹാ ഹീ ഹീ കളിയും ചിരിയും പാട്ടും കൂത്തുമായിട്ട് പിള്ളേർ പോകുന്നു. പക്ഷെ അവനവൻ്റെ മനസ്സ് സന്തോഷമായിരുന്നത് കൊണ്ടാണ് അതൊക്കെ അനുഭവിക്കാൻ പറ്റിയത്. അവിടെ ചെന്നിട്ട് മൂഡ് ഓഫ് ആവുകയാണെങ്കിൽ, ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെങ്കിൽ ആർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും? അവിടെ ചെല്ലുമ്പോഴേക്കും ഫ്രണ്ട്സുമാർ തമ്മിൽ തെറ്റി ഈ മുഖം വീർപ്പിച്ചുകൊണ്ട് എന്ത് അനുഭവിക്കാൻ പറ്റും? അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ ഉത്സാഹം, സന്തോഷം, ആവേശം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഊർജവും ഒരു ഉണർവും ഒക്കെ തോന്നുന്നു. അപ്പം മനസ്സെന്ന് പറയുന്നത് എന്താണ്? അതിനെങ്ങനെ നമുക്ക് എപ്പോഴും ഊർജവും ശക്തിയും സന്തോഷവും ഉള്ളതാക്കി തീർക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് പഠിക്കണം. മനസ്സിൻ്റെ സന്തോഷവും സുഖവും ശക്തിയും നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവത്ഗീത പഠിച്ചേ പറ്റൂ. കാരണം ഇറ്റ്സ് റിലേറ്റഡ് ടു ദ മൈൻഡ്. ഗീത ഈസ് ദ സയൻസ് ഓഫ് മൈൻഡ്. മനസ്സിൻ്റെ ശാസ്ത്രമാണ്. മനസ്സിനെ വികസിപ്പിക്കാനുള്ള ശാസ്ത്രമാണ്. അല്ലാതെ നമ്മുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന സാധനമല്ല, സൈക്കാട്രി അല്ല അത്. ഇത്
മനഃശാസ്ത്രം, മനുഷ്യനെ വികസിപ്പിക്കുന്ന മനോവികാസ ശാസ്ത്രം. അപ്പം അങ്ങനെ മനസ്സിനെ വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം സ്വന്തം മനസ്സിലേക്ക് ശ്രദ്ധ വയ്ക്കണം. വാട്ട് ഈസ് ദിസ് മൈൻഡ്? അപ്പം ഈ മനസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എല്ലാ മനസ്സിലും ബോധവുമുണ്ട്, ചിന്തകളുമുണ്ട്, പലതരത്തിലുള്ള ചിന്തകൾ. നിങ്ങൾ നോക്കുക, എല്ലാവർക്കും ബോധം, എല്ലാറ്റിനും ബോധമുണ്ട്, എല്ലാവർക്കും ബോധമുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും ബോധമുണ്ട്. നിങ്ങളൊരു തുമ്പിയെ സ്പർശിച്ചാൽ അതിന് ബോധമില്ലേ? ഉറുമ്പിനെ തൊട്ടാൽ അതിന് ബോധമുണ്ട്. അതിനും വേദനയുള്ളതൊക്കെ ബോധം ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പം ഏത് ജീവജാലത്തിനും അതിൻ്റേതായിട്ടുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതിന് കാരണം അതിലൊക്കെ ബോധമുണ്ട്. മനുഷ്യ മനസ്സിനും ബോധമുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നു, നമുക്ക് ഓരോന്ന് കേൾക്കാൻ സാധിക്കുന്നു, രുചിക്കാൻ സാധിക്കുന്നു, സ്പർശനം അറിയുന്നു, ഇതൊക്കെ അറിയുന്നു, അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബോധമുള്ളത് കൊണ്ടാണ്. ബോധം എല്ലാവരിലുമുണ്ട്. അതുപോലെ തന്നെ ചിന്തകളുമുണ്ട്. പല വികാരങ്ങൾ, പല ബുദ്ധിപരമായ കഴിവിൻ്റെ, അറിവിൻ്റെ, അഹന്തയുടെ ഒക്കെ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ബോധ ചിന്തയാണ് ഈ മനസ്സ്. ബോധ ചിന്തകളാണ് മനസ്സ്. അറിവിൻ്റെ ചിന്തകളുണ്ട്. അതിൽ പലതരത്തിലുള്ള ആലസ്യമുണ്ടായിരിക്കാം, അസ്വസ്ഥതയുണ്ടായിരിക്കാം, അതുപോലെ തന്നെ അതിൽ മനസ്സിൻ്റെ ഉത്കണ്ഠകൾ, വേദനകൾ, സന്തോഷങ്ങൾ, ഇങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പലതും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അപ്രകാരമുള്ളൊരു മനസ്സിനെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിച്ചാൽ മൈൻഡ് ട്രാൻസ്ഫോംഡ് ആവും തോറും ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതാണ് ഓരോരുത്തരും നാം മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറ്റാൻ കഴിവുള്ളവരാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അത്ര വലിയ കഴിവും അത്ര വലിയ സാമർഥ്യവും അത്ര വലിയ ശക്തിയും ഇല്ലാത്തവരാണെങ്കിൽ, ഞാൻ ഇങ്ങനെയാണ്, ദൈവം എന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, എൻ്റെ ജീവിത ചുറ്റുപാട് എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. സോ മൈൻഡ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ്, മൈൻഡ് ക്യാൻ ബി റിഫൈൻഡ്, മൈൻഡ് ക്യാൻ ബി അപ്ലിഫ്റ്റഡ്, മൈൻഡ് ക്യാൻ ബി എക്സ്പാൻഡഡ്. മൈൻഡിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തൊരു മഹത്വമാണ് നോക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് ദുഃഖിച്ചിരിക്കേണ്ടതില്ല. കഴിവില്ലാത്തവനാണ്, സാമർഥ്യമില്ലാത്തവനാണ്, ഒന്നും ശരിയാവാത്തവനാണ്, പഠിച്ചാൽ നേരെ, അങ്ങനത്തെ ഒരു കോംപ്ലക്സും വേണ്ട. മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ ഇന്നത്തെ സകല പ്രശ്നങ്ങളെയും ഈ മൈൻഡ് വികാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. കാല് മുഴുവൻ അസഹനീയ വേദന കൊണ്ട് ഒരു ഇഞ്ച് പോലും ഇളകാൻ പറ്റാതെ അങ്ങനെ കിടന്ന് നരകിച്ച് ആർത്രൈറ്റീസിൻ്റെ അങ്ങേയറ്റത്തെ സിവിയർ പെയിൻ അനുഭവിച്ച ഒരു പട്ടധരിപ്പാടിൻ്റെ മനസ്സിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും മനോഹരമായ, ഇന്ന് കേരളത്തിലും സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ പടർന്ന് വ്യാപിച്ചു കിടക്കുന്ന നാരായണീയം എന്നൊരു കൃതി രൂപപ്പെട്ടത്. രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സിൽ നിന്നാണ്. ശരീരം മുഴുവൻ ആർത്രൈറ്റിസും, വാദത്തിൻ്റെ ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങനെ എത്രയെത്ര മഹാന്മാർ. അപ്പം അവർ നമ്മൾ ഇന്നിരിക്കുന്ന പോലെ കരഞ്ഞ് ദുർബലരായി നമുക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരിക്കുകയായിരുന്നില്ല. അവർ പരിശീലിപ്പിച്ച് മനസ്സിനെ വികസിപ്പിച്ചവരായിരുന്നു. ഇഫ് വി ആർ റെഡി ടു ട്രാൻസ്ഫോം അവർ മൈൻഡ്, നിങ്ങളൊരു പരിശീലനത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കരുത്തും ശക്തിയും വികാസവും ഉള്ളതാക്കി തീർക്കാൻ സാധിക്കുമെന്ന ഗീത ഉറപ്പു തരികയാണ്. ആർ യു റെഡി ടു ചേഞ്ച്? നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇവിടെ പരിവർത്തനം സാധ്യമാണ്. അതാണ് ഗീതയുടെ മഹത്വവും. എനിക്ക് ഭഗവത്ഗീതയുടെ ഇത്ര ആദരവുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയതേ അല്ല ജീവിത സത്യം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനിപ്പോൾ എന്താ വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോയി അവിടുത്തെ തിരുമേനിയെ കൊണ്ടൊരു സ്പെഷ്യൽ പൂജയൊക്കെ ചെയ്ത് അവിടുന്ന് ഒരു പ്രസാദമൊക്കെ എടുത്ത്, അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ, ജ്യോതിഷം, ഇത് ഇവരൊക്കെ വിചാരിച്ചാൽ എൻ്റെ ഭാവി മാറ്റിമറിക്കാൻ സാധിക്കും, ഞാൻ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കും, നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു ധാരണയായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പോഴാണ് ഇതൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മനസ്സർപ്പിച്ചുകൊണ്ട് നാം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ്.
നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലിരുന്ന് ആത്മാർത്ഥതയുടെ അർപ്പണത്തോടെ മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് ചൊല്ലുന്ന നാമങ്ങളുണ്ടല്ലോ, എല്ലാ മന്ത്രങ്ങളും പഠിച്ച ഒരു പൂജാരി ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പൂജയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ആദരണീയം. കാരണം നിങ്ങളുടെ മനസ്സതിൽ പൂർണ്ണമായി അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സർപ്പിക്കാതെ മനസ്സെന്നലഗ്നം ഗുരോരം കൃപത്മേ തതയ്ക്കും 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 എന്ന് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അനവധി തവണ കോട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗവതത്തിലും കൃഷ്ണൻ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭാഗവതത്തിൽ കൃഷ്ണൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കൃഷ്ണൻ്റെ കുട്ടിക്കാലത്ത് ഒരിക്കൽ ബലരാമസ്വാമിയുടെ കൃഷ്ണൻ അങ്ങനെ കാട്ടിൽ പോയി പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് വലിയൊരു വിശപ്പ്, കൂട്ടുകാർക്കൊക്കെ വിശപ്പ്, എല്ലാവരും കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ വല്ലതും കഴിക്കാൻ കിട്ടുമോ? ഭഗവാൻ പറഞ്ഞു, ഇവിടെ അടുത്തൊരു യാഗം നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ഓം സ്വാഹ. ഒരു 10-200 ബ്രാഹ്മണന്മാരൊക്കെ ചേർന്ന് അവരെടുത്ത് എന്തെങ്കിലും പ്രസാദം കിട്ടാണ്ടിരിക്കില്ല, പോയിക്കോളൂ. ഈ പിള്ളേരെല്ലാവരും പ്രസാദത്തിന് വേണ്ടി ഓടി. അവിടെ ചെന്ന് ബ്രാഹ്മണരുടെ പൂജ ഒന്നും കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നോക്കൂ കൃഷ്ണൻ വന്നിട്ടുണ്ട്, കാലി മേയ്ക്കാൻ വേണ്ടിയിട്ട് ബലരാമസ്വാമിയുണ്ട്, രണ്ടുപേർക്ക് നല്ല വിശപ്പാണ്, തളർന്നിരിക്കുകയാണ്, അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണമെന്ന്. അവർ ആ മന്ത്രം ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ എണീറ്റ് വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് പൂജ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള, നിങ്ങൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വർഗത്തിന് തരാനുള്ളതല്ല, പോടുന്നു ആട്ടിക്കളഞ്ഞു. സങ്കടത്തോടുകൂടി കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആരും നമുക്ക് തന്നില്ല എന്ന് മാത്രമല്ല അങ്ങയുടെ പേരൊന്നും പറഞ്ഞിട്ട് ഒരു വിലയുണ്ടായില്ല. കൃഷ്ണൻ പറഞ്ഞു, പോയി അവരുടെ പത്നിമാരോട് ചോദിക്കും, അപ്പം നിങ്ങൾക്ക് കാണാമെന്ന്. പാവങ്ങൾ വെച്ച് പാവങ്ങൾക്ക് ആദ്യം ഒരു സംശയം, ഇവരിപ്പോൾ ആട്ടിയിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ അവിടുന്ന് വേറെ എന്താ കിട്ടുക എന്നുള്ളത് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇത്തിരി സംശയത്തോടുകൂടി കൃഷ്ണനെ മൊത്തം പോയിക്കോളൂ പോയിക്കോളൂ പോയിക്കോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്നു. അവിടെ ചെന്നപ്പോഴോ അവിടെ ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും വിശന്നിരിക്കണമെന്ന് കേൾക്കേണ്ട താമസം ആ പത്നിമാർ, ബ്രാഹ്മണ പത്നിമാർ അവിടെ ഉണ്ടാക്കിയ സകലതും എടുത്ത്, അന്നൊന്നും ഇതുപോലെ നമ്മുടെ തൂക്കുപാത്രം, ചോറ്റുപാത്രം, മറ്റു പാത്രങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ മൺപാത്രങ്ങളൊക്കെ ആയിരിക്കും. അന്നത്തെ കാലത്ത് ഇത്ര മെറ്റലൊന്നും, അന്നത്തെ കാലത്ത് സ്റ്റീൽ മെറ്റലൊന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലമല്ലേ. എന്നൊക്കെയാണെങ്കിൽ നമുക്ക് തട്ടായിട്ട് ജീവിതത്തിൽ എന്താ പറയുക, എന്നും ഈ തട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ഈ തട്ടുദോശ വന്നു. സ്കൂളിലൊക്കെ പണ്ട് പല തട്ടുകളിലെ ചുറ്റുപാത്രമൊക്കെ കൊണ്ടുപോയിട്ട്, പണ്ടൊന്നും അങ്ങനെ ഉണ്ടാവില്ല, പാത്രത്തിലാക്കിയതോ ഓടുകണേ, ഇലയിൽ പൊതിഞ്ഞിട്ടും പാത്രത്തിലാക്കിയിട്ടും ചിലരൊക്കെ സാരിയിലൊക്കെ ആക്കിയിട്ട്, നേരം എങ്ങനെയെങ്കിലും കൃഷ്ണൻ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധികം ഇലകളിലായിരിക്കാം. അപ്പോഴേക്കും ഈ ബ്രാഹ്മണന്മാരുണ്ടല്ലോ, അതുവരെ അവർ സ്വാഹ എന്നൊക്കെ പറഞ്ഞപ്പം, ഓഹോ നമുക്ക് കഴിക്കാനുള്ളതാണ് പോണതേ, നമ്മളിതൊക്കെ കഴിഞ്ഞാൽ ചെന്നിരുന്ന് മൃഷ്ടാനം കഴിക്കേണ്ട സാധനങ്ങളും കൊണ്ട് പത്നിമാരോടുകയാണ്. അവർ സ്വാഹ നിർത്തിയിട്ട് പിന്നെ ആഹാ എന്ന് പറഞ്ഞിട്ട് തടയാൻ തുടങ്ങി. ഈ ബ്രാഹ്മണ പത്നിമാരുടെ വിപ്രപത്നി എന്നാണ്. ആ സമയത്തുള്ള കരുത്ത് ഭയങ്കരമായിരുന്നു. ഓരോരുത്തരിങ്ങനെ കൈ കൊണ്ടൊക്കെ തട്ടിയിട്ടിട്ടാണ് പോണത്. ഭക്താവിനൊന്നും ഒരു വില വയ്ക്കാതെ ഒറ്റ ഓട്ടം. കൃഷ്ണൻ നോക്കുമ്പോണ്ട് ഈശ്വര 100 വിശന്ന ആകെ 2 കുഞ്ഞി വയറുകൾ, പിന്നെ കുറച്ച് ഗോപന്മാരുടെയും വിശപ്പ് മാറ്റണം, എല്ലാം കുട്ടികളാണ്. ഇവർക്ക് വേണ്ടി ഒരു 10-100 സ്ത്രീകളിതാ വെണ്ണ, ചോറ്, കറികൾ, മോര്, എല്ലാ വിഭവങ്ങളായിട്ട് അങ്ങനെ നിൽക്കണം. കൃഷ്ണൻ ചോദിച്ചു, എന്താ വന്നത്? അപ്പോഴേക്കും അവരെ കണ്ണൊക്കെ നിറഞ്ഞു, അങ്ങേക്ക് വിശന്നിരിക്കണമെന്ന് കേൾക്കാനുള്ള കഴിവ് ഞെങ്കിലെ ശക്തിയില്ല, കൃഷ്ണ ആയിരിക്കൂ എന്നൊക്കെ. ഭഗവാൻ ആ സമയത്ത് അങ്ങനെ പുല്ലാങ്കുഴലെടുത്ത് അങ്ങനെ ഊതുമ്പോൾ അവരെല്ലാം ആ പാത്രങ്ങൾ താഴെ വെച്ച് കൃഷ്ണസ്മരണയിൽ അങ്ങനെ അലിഞ്ഞ് 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 അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കൃഷ്ണൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവരാ കണ്ണങ്ങനെ അടച്ചങ്ങനെ കൃഷ്ണസ്മരണയിൽ അലിഞ്ഞിരിക്കുകയാണ്. അവർക്ക് അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭക്താക്കന്മാർ ചെയ്യുന്ന യജ്ഞത്തിനേക്കാൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രീതനാവുന്നത് നിങ്ങളുടെ അർപ്പണത്തോടു കൂടിയിട്ടുള്ള ഈ സേവനത്തിനെയാണ്. ഭഗവാൻ അത്രയും സന്തുഷ്ടനായി. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ആര് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതല്ല, നിങ്ങൾ എത്രമാത്രം അലിഞ്ഞുകൊണ്ട് ഭഗവത് സ്മരണയിൽ മുഴുകിയെന്നാണ്. നമ്മൾ എത്രമാത്രം അലിഞ്ഞുകൊണ്ട് ഭഗവത് സ്മരണയിൽ മുഴുകി, അതാണ് സർവശ്രേഷ്ഠമായ ആരാധന.
ഏറ്റവും ഭഗവാന് പ്രീതിയുള്ള ആരാധന. നിങ്ങൾ ചെയ്യുന്നതാണ് ഭഗവാൻ ഏറ്റവും ആദരിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത്. അതാണ് കൃഷ്ണൻ ആവർത്തിച്ച ഭാഗവതത്തിലും ഗീതയിലും പറഞ്ഞത്. മയ്യർപ്പിത മനോബുദ്ധി യോമത് ഭക്ത സമയപ്രിയ ഗീതയിൽ ഭാഗവതത്തിൽ പറയും, മാമനുസ്മരത ചിത്തം, ആരാണോ എന്നെ അനുസ്മരിക്കുന്നത്, മയ്യേവ, അവരെൻ്റെ കൂടെയാണ്, അവരെൻ്റെ ഒപ്പമാണ്, അവരെനിക്കൊപ്പമാണ്. ഇത്രമാത്രം ഒരു വ്യക്തത എവിടെ നിന്ന് കിട്ടും നമുക്ക്? അതുകൊണ്ട് മനസ്സിലാക്കൂ, എനിക്ക് വേണ്ടി ആര് എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ എത്രമാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു, അതാണ് ഭഗവാനെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്ന, സന്തോഷമുണ്ടാക്കുന്ന, അനുഗ്രഹീതമാക്കുന്ന, നമ്മളെ അനുഗ്രഹമുള്ളതാക്കുന്ന ജീവിത നിഷ്ഠ. അത്രയേ വേണ്ടൂ മനസ്സിൻ്റെ അർപ്പണം. നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ, നിങ്ങൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, നിങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, നിങ്ങൾ ഹിന്ദു സംസ്കാരത്തെ അനുസരിക്കുന്നവരാവട്ടെ, എപ്പോഴും ഈ ഒരു കാര്യം ഓർക്കുക. ക്ഷേത്രത്തിൽ പോയാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യമൊക്കെ പ്രദക്ഷിണം വെച്ച് പിന്നീട് ഒരു ഭാഗത്തിരുന്ന് മനസ്സിനെ അർപ്പിച്ചുകൊണ്ട്, അലിയിപ്പിച്ചുകൊണ്ട്, നാമ സ്മരണകളിൽ, ജപത്തിൽ, അങ്ങനെ ആരാണോ മുഴുകി 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 ദേശകാല ശരീരത്തെയൊക്കെ മറന്നങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്, ഭഗവാൻ അവരെ തൻ്റെ ഏറ്റവും ഭക്തരായി കണ്ട്, ഭാഗവതത്തിലെ വരികൾ കേട്ടാൽ അത്ഭുതമാണ്. ആരാണോ അങ്ങനെയുള്ള ഭക്തന്മാർ, അവരെ അനുവ്രജാമിഹം നിത്യം പൂയയേതങ്ക്രിരേണുപി എന്നാണ് ഉദ്ധവരോട് പറയുക. എന്താ അർത്ഥം എന്ന് വെച്ചാൽ, അനുവ്രജാമി, ഞാൻ അങ്ങനെയുള്ളൊരു ഭക്തൻ്റെ മഹത്വത്തിൻ്റെ മുന്നിൽ നമിച്ചുകൊണ്ട് ആ ഭക്തനെ ഞാൻ അനുഗ്രഹിക്കുക മാത്രമല്ല, അവൻ്റെ പിന്നാലെ അങ്ങനെ നടക്കും. അവനെ ഞാൻ അനുമോദിച്ചുകൊണ്ട്, അവനെ അനുഗ്രഹിച്ചുകൊണ്ട്, ആശീർവദിച്ചുകൊണ്ട്, അവൻ്റെ ഒപ്പത്തിനൊപ്പം ഞാൻ അവനറിയാതെ അവനെ പിന്തുടരുന്ന. അനുവ്രജാമി എന്ന് പറഞ്ഞാൽ പിന്തുടരുക. എന്തിനു വേണ്ടിയിട്ട്? പൂയേത് അങ്ക്രിരേണുപി, അവൻ്റെ കാൽ പതിയുന്നിടത്തുനിന്ന് ആ മണ്ണെടുത്തെൻ്റെ ശിരസിലിട്ടുകൊണ്ട് എന്നെ കൂടി പവിത്രീകരിക്കാൻ. കാരണം അത്ര മനസ്സർപ്പിച്ചുകൊണ്ട്, മനസ്സ് ലയിപ്പിച്ചുകൊണ്ട്, മനസ്സിനെ മുഴുകിപ്പിച്ചുകൊണ്ട്, മനസ്സിനെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് സ്മരണം ചെയ്യുന്നവനേക്കാൾ ശ്രേഷ്ഠമായൊരു ഭക്തിയുള്ളവൻ വേറെ ആരുമില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരറിവ് വേണം. എന്താണ്? ഞാൻ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഭക്തിയേക്കാൾ വലിയൊരു ഭക്തി ലോകത്തിലില്ല. മനസ്സിൻ്റെ അർപ്പണമാണ് ഭക്തി, മനസ്സിൻ്റെ ലയമാണ് ഭക്തി, മനസ്സിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണ് ഭക്തി. ഇതിനെക്കുറിച്ച് നമുക്കെപ്പോഴും ഒരു ഉറപ്പ് വേണം. എൻ്റെ മനസ്സ് ലയിച്ചാൽ ഞാൻ പരമഭക്തൻ തന്നെയാണ്. അങ്ങനെ ആരുടെ മനസ്സാണോ ലയിപ്പിക്കുന്നത്, ആ ലയിപ്പിക്കുന്നത് എവിടെ ലയിപ്പിക്കുന്നത്? നാമസങ്കീർത്തനാദികളിൽ. അതെന്തിനാണ് നാമത്തിൽ ലയിപ്പിക്കുന്നത്? കാരണം നാമത്തിൽ ലയിപ്പിക്കുമ്പോഴാണ് മനസ്സ് കൂടുതൽ ആത്മശക്തിയിലേക്ക്, ബോധശക്തിയിലേക്ക്, ബോധസുഖത്തിലേക്ക് ഉണർന്നും ഉയർന്നും വരികയില്ല. നാമത്തിലൂടെ ബോധം നമുക്ക് നേടേണ്ട ബോധത്തെയാണ്, ഭഗവാനെയാണ്. പക്ഷെ അതിനുള്ള മാർഗം നാമമാണ്, മീഡിയ മാർഗമാണ്, അത് നാമമാണ്. അപ്പം നാമത്തിൽ ലയിച്ചുകൊണ്ട്, കാരണം ആദ്യം നമുക്ക് ബോധത്തിൽ ലയിപ്പിക്കാൻ പറ്റും, കാരണം അത്യന്തം സൂക്ഷ്മമാണ്. സൂക്ഷ്മമായ മനസ്സും ഏകാഗ്രതയില്ലാത്ത മനസ്സും കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും? പല മതങ്ങളും പറയും ദൈവത്തിന് രൂപമില്ലാന്ന്. പക്ഷെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? മനസ്സിന് രൂപമുണ്ടോ? ഇല്ല. അപ്പം പക്ഷെ മനസ്സ് വളരെ ചഞ്ചലമല്ലേ? അതിനെ നിങ്ങളെങ്ങനെ ഏകാഗ്രമാക്കും? ഏകാഗ്രമാക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സൂക്ഷ്മവും സ്ഥൂലമൊക്കെ പിടികിട്ടുന്നത്? അപ്പം അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ നമുക്ക് ചില പ്രതീകങ്ങളും നാമങ്ങളൊക്കെ ആവശ്യമാണ്. മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സമചിത്തമായ ബുദ്ധി കൊണ്ട്, മനസ്സുകൊണ്ട് നമുക്ക് ആഴങ്ങളിലേക്ക്, പൂർണ്ണതയിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ പ്രാർത്ഥന പോരാ, എൻ്റെ പ്രാർത്ഥനയേക്കാൾ ശ്രേഷ്ഠം എനിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏതേ മഹാനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്, പൂജിക്കുന്നതാണ്. അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം, പ്രൊവൈഡഡ്. അതിനൊരു നിബന്ധനയുണ്ട്. എന്ത്? ഞാൻ എൻ്റെ മനസ്സിനെ പൂർണ്ണമായി ലയിപ്പിച്ചുകൊണ്ട്, അതിൽ മുഴുകിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ശ്രേഷ്ഠമാകുന്നത്, ആ നാമസ്മരണം ശ്രേഷ്ഠമാകുന്നത്, ആ ജപം ശ്രേഷ്ഠമാകുന്നത്. ഇത് നമ്മുടെ ഋഷിവര്യന്മാർ വളരെ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരികയാണ്.
അപ്പം അതുകൊണ്ട് ഈ കോംപ്ലക്സേ എടുത്ത് കളയുന്നതാണ് എൻ്റെ മനസ്സിൻ്റെ പൂർണ്ണമായ സമർപ്പണം. നോക്കൂ നിങ്ങൾ എത്ര മനോഹരമാണെന്നുള്ളത്. ഭട്ടതിരിപ്പാടും പറയും, നമ്രാണാം സന്നിധത്തെ സതതമഭിപുരസ്തൈ അനഭ്യർത്ഥിതാനഭി ഹർത്താൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. നമ്രാണാം, നമ്രാണം എന്ന് പറഞ്ഞാൽ നമിക്കുന്നവരുടെ, ലയിക്കുന്നവരുടെ, സമർപ്പിക്കുന്നവരുടെ ആ പ്രാർത്ഥനകൾ, ആ ജപത്തിൽ ഭഗവാൻ സംപ്രീതനാവുന്നു, സംപ്രസന്നനായിത്തീരുന്നു. അവർക്ക് കാമാനത സംവിതരസി, നാമത്തിൽ ഏകാഗ്രതയും ലയവും കൊടുന്തോറും അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ കഴിവുകൾ, അവരുടെ ശക്തി ഉണർന്നു വരുമ്പോൾ ഭൗതികമായിട്ട് പോലും അവർക്ക് പല ഉന്നതിയും ഉയർച്ചയും ഉണ്ടാകുന്നു. പരമാനന്ദ സാന്ദ്രാം ഗതിംച്ച എന്ന് മാത്രമല്ല, മനസ്സങ്ങനെ ലയിച്ച് 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 ചേരുന്തോറും നാമസ്മരണയിൽ കിട്ടുന്ന ഒരു ലയത്തിൻ്റെ ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ആ ഒരു ആത്മസംതൃപ്തിയിലേക്ക് മനസ്സങ്ങനെ ആഴ്ന്നിറങ്ങുമ്പോൾ, ആ ഒരു സുഖം നമ്മളിലേക്ക് അങ്ങനെ പടർന്ന് വ്യാപിക്കുമ്പോൾ, ആ ഒരു സന്തോഷത്തിലേക്ക് മനസ്സങ്ങനെ വ്യാപൃതമാകുമ്പോൾ സമയം കടന്നുപോലും അറിയില്ല. അത്രമാത്രം മനസ്സാ ഒരു സുഖത്തിൽ അങ്ങനെ അലിഞ്ഞങ്ങനെ ചേരും. പരമാനന്ദ സാന്ദ്രാംഗതി. ഇതൊക്കെ കിട്ടും എന്നിരിക്കെ എന്തിന് നാം അലഞ്ഞു തിരിഞ്ഞ് നടക്കണം എന്നൊക്കെയാണ്. അല്ലെങ്കിൽ വേറൊരാൾ തരും, വേറൊരാൾ വിചാരിച്ചാൽ എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റും, വേറൊരാൾ വിചാരിച്ചാൽ എൻ്റെ പാപം തീർക്കാൻ പറ്റും, വേറൊരാൾ വിചാരിച്ചാൽ അങ്ങനെ അന്ധമായൊരു ഭക്തി വിശ്വാസങ്ങളിൽ കുരുങ്ങരുത്. നിങ്ങളുടെ പാപമോ, നിങ്ങളുടെ ദുഃഖമോ, നിങ്ങളുടെ വിഷമമോ, നിങ്ങളുടെ വേദനയോ, നിങ്ങളുടെ പ്രയാസമോ മാറ്റാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി. അതിനാണ് ഈ ജ്ഞാനം ഉണ്ടാവേണ്ടത്. എന്താണ് ജ്ഞാനം? ഈ ഞാൻ 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 എന്ന് ഞാൻ നിരന്തരം പറയുമ്പോൾ, ഈ ഞാനെന്ന് പറയാനുള്ള കരുത്തും ശക്തിയും എനിക്ക് എവിടെ നിന്നാണ് വരുന്നത്? ശരീരത്തിൽ നിന്നാണോ? ശരീരമാണോ എന്നെ ഞാനെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ ആ ശരീരത്തിന് സ്വപ്നത്തെ ഉണർത്താൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നെ ഉണർത്തിക്കൂടെ? അപ്പോൾ എവിടെയോ എന്തോ ഒരു കാര്യമുണ്ട്. ശരീരം പോലും അറിയുന്നില്ല സ്വപ്നം കാണുന്നത്. ശരീരം പോലും അറിയാതെ നാം സ്വപ്നം കാണുന്നെങ്കിൽ, നമ്മുടെ ഒരു സെമി കോൺഷ്യസ് മൈൻഡ് എവീക്കം ചെയ്യുന്നെങ്കിൽ, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഭാഗത്തിൽ എന്തോ ഉണർച്ച ഉണ്ടാകുന്നെങ്കിൽ, ശരീരം പോലും ഇതൊന്നും അറിയുന്നില്ല എങ്കിൽ, ശരീരം അറിയാതെ ഏതൊരു ശക്തിയല്ലേ മനസ്സിനെ ഉണർത്തിയത്? അതാരാണ്? ആ ശക്തി എന്താണ്? അതുതന്നെയാണ് ഭാരതീയർ പറയുന്ന അനന്തമായ ബോധോർജ്ജം. അതുതന്നെയാണ് ഈശ്വരൻ. അപ്പം ആ ഈശ്വര ശക്തിയിലേക്കാണ് എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നത്. ഞാൻ ആ ശക്തിയിലേക്കാണ് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാനും ഉയർത്താനും ലയിപ്പിക്കാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ പരിവർത്തനം അവിടെ സംഭവിക്കും. അപ്പം അങ്ങനെ നമുക്കൊരു വലിയൊരു മാറ്റത്തിന് നമ്മുടെ മനസ്സിനെ വിധേയമാക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മളിൽ നിന്നും ഒരു വ്യത്യസ്തനായൊരു വ്യക്തിത്വത്തെ നമുക്ക് രൂപപ്പെടുത്താം. അപ്പം അങ്ങനെ കൃഷ്ണൻ അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ പറഞ്ഞു തരികയാണ്. ഏതായാലും ഈ ഒരു വിഷയം നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. വേദവ്യാസ കവിത